ಸರ್ ನೀವು ಟೆರರಿಸ್ಟಾ ಪೊಲೀಸಾ? പേട്രിയറ്റ്. മഹേഷ് നാരായണൻ എന്ന സംവിധായകന്റെ എഡിറ്റിംഗ് മിടുക്ക് ട്രെയിലറിൽ ഉടനീളം കാണാം. വെറുമൊരു മസാലപ്പടമല്ല, മറിച്ച് സാങ്കേതിക തികവുള്ള ടെക്നിക്കൽ ക്ലാരിറ്റി ഒരു പൊളിറ്റിക്കൽ സ്പൈ ത്രില്ലറാണ് ഇതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ഇരട്ട നായകൻ എന്ന മിഥ്യ, ഡ്യുവൽ പ്രൊട്ടാഗണിസ്റ്റ് ഇല്യൂഷൻ. ട്രെയിലർ കാണുമ്പോൾ ഇത് മമ്മൂട്ടിയുടെ കഥാപാത്രമായ ഡോക്ടർ ഡാനിയൽ ജെയിംസിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയാണെന്ന് തോന്നാം. എന്നാൽ തിരക്കഥയുടെ ഘടന പരിശോധിച്ചാൽ ഇത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളുടെ കഥയാണ്. മമ്മൂട്ടി കഥയുടെ ബുദ്ധിയായി നിലകൊള്ളുമ്പോൾ ലാലേട്ടൻ അതിന്റെ കരുത്തായി മാറുന്നു. ലാലേട്ടന്റെ സ്ക്രീൻ ടൈം ട്രെയിലറിൽ കുറച്ചത് ബോധപൂർവമായൊരു തന്ത്രമാണ്. സിനിമയിൽ അദ്ദേഹത്തിന്റെ കേണൽ റഹീം നായിക് എന്ന കഥാപാത്രം നൽകുന്ന ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഡാനിയൽ വേഴ്സസ് റഹീം, ബുദ്ധിയും കരുത്തും. മമ്മൂട്ടി, ദി ഇന്റലക്ച്വൽ ഡിസിഡന്റ്. സിസ്റ്റത്താൽ വേട്ടയാടപ്പെടുന്ന രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു മുൻ JAG ഓഫീസറാണ് അദ്ദേഹം. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളും പെരിസ്കോപ്പ് എന്ന നിരീക്ഷണ സോഫ്റ്റ്വെയറും തിരിച്ചറിയുന്ന ഇക്കയുടെ കഥാപാത്രം സിനിമയുടെ സ്ട്രാറ്റജിക് ഫോഴ്സാണ്. മോഹൻലാൽ, ദ ടാക്ടിക്കൽ ഫോഴ്സ്. തന്റെ പഴയ സുഹൃത്തിനെ രക്ഷിക്കാനെത്തുന്ന യുദ്ധതന്ത്രജ്ഞനായ സൈനികൻ. ലാലേട്ടന്റെ ശാരീരിക ക്ഷമതയും സീറോ റേഞ്ച് ആക്ഷൻ ശൈലിയും സിനിമയുടെ രണ്ടാം പകുതിയിൽ ഗതി മാറ്റാൻ പോകുന്ന ഘടകങ്ങളാണ്. സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രസക്തി. നയൻതാരയും രേവതിയും. ഇതൊരു കേവലം പുരുഷ കേന്ദ്രീകൃത സിനിമയല്ല. നയൻതാര ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റത്തിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിട്ടാണ് നയൻതാര വരുന്നത്. ട്രെയിലറിൽ അവർ ചോദിക്കുന്ന നിരീക്ഷണം സംബന്ധിച്ച ചോദ്യങ്ങൾ സിനിമയുടെ രാഷ്ട്രീയ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രേവതി, സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയായി രേവതി എത്തുമ്പോൾ ഭരണകൂടത്തിനുള്ളിലെ ധാർമ്മികമായ വടംവലികളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. വില്ലൻ എന്ന സിസ്റ്റം, ഫഹദ് ഫാസിൽ. ഫഹദിന്റെ ലുക്ക് ശ്രദ്ധിച്ചാൽ അത് വളരെ മിനുസമാർന്നതും കോർപ്പറേറ്റ് ശൈലിയിലുള്ളതുമാണ്. എന്നാൽ ആ തണുത്ത നോട്ടത്തിൽ ഒരു സിസ്റ്റമിക് വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാരീരികമായ ഏറ്റുമുട്ടലിനേക്കാൾ ഉപരിയായി വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധിമാനായ പ്രതിനായകനായിരിക്കും ഫഹദ്. വിസിൽ ബ്ലോവർ, കുഞ്ചാക്കോ ബോബൻ, ചാക്കോച്ചൻ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സത്യങ്ങൾ പുറത്തുവിടുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തിന്റെ സാങ്കേതിക അറിവുകളാണ് മമ്മൂട്ടിയുടെയും ലാലേട്ടന്റെയും ദൗത്യത്തെ സഹായിക്കുന്നത്. സാധ്യമായ പരിസമാപ്തി, പ്രോബബിൾ ഔട്ട്കം. സിനിമയുടെ അവസാനം ആര് യഥാർത്ഥ പേട്രിയാട്ട് അഥവാ ദേശസ്നേഹിയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകും. അധികാരവർഗം രാജ്യദ്രോഹിയായി കാണുന്ന ഡാനിയൽ ജെയിംസും അയാളെ സഹായിക്കാൻ സ്വന്തം കരിയർ പണയപ്പെടുത്തുന്ന റഹീം നായിക്കും ചേർന്ന് ഈ ഡിജിറ്റൽ ചതിക്കുഴിയെ തകർക്കുന്നതോടെ സിനിമ അവസാനിക്കാനാണ് സാധ്യത. മെയ് 1 തിയേറ്ററുകളിൽ ഈ വമ്പൻ താരനിരയെ കാണുമ്പോൾ അതൊരു വലിയ ദൃശ്യവിരുന്നായിരിക്കും.